ഈ 2017 വരെ GST സമ്പ്രദായം വരുന്നതിന് മുമ്പ് നമ്മൾ ഓരോ വർഷവും 14% വീതം ആനുവൽ ഇൻക്രീസ് ഉണ്ടായിരുന്നു. നമ്മളാണ് എല്ലാത്തിനും ടാക്സ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ആകെ മദ്യത്തിനും പെട്രോളിനും മാത്രമേ. ഇപ്പൊ സ്റ്റാർട്ടപ്പുകൾക്ക് 2 കോടി വരെ വേറെ വലിയ ഗ്യാരണ്ടി ഇല്ലാതെ കിട്ടും. 5% പലിശയ്ക്ക്, ബാക്കി സർക്കാർ കൊടുക്കും. BJP-ക്കാരും കോൺഗ്രസ്സുകാരും പ്രചരണം നടത്തുന്നുണ്ട്. നെല്ലിന് കേരളം പൈസ കേന്ദ്രം തന്നപ്പോൾ കേരളം കുറച്ചു. അങ്ങനെയല്ല, ഇന്ത്യയിൽ 20 രൂപ 22 രൂപ ഉള്ളപ്പോൾ നമ്മൾ 22 രൂപയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ 28 രൂപ കൊടുക്കുന്നത്. 30 രൂപ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ റബ്ബറിന് കൊടുത്തോണ്ടിരിക്കുക കൂട്ടി. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതൊന്നും വേസ്റ്റ് ആണെന്നാണല്ലോ കേന്ദ്രത്തിന്റെ നയം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യ മൊത്തം ഒറ്റ ഉടുപ്പ് തയ്ച്ച് എല്ലാവർക്കും കൂടെ കൊടുക്കുക, എല്ലാവരും ഈ സൈസ് ഉടുപ്പിട്ടോണം. കേരളത്തിൽ ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനും മറ്റുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ ലൈൻ. സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ വളരെ വലിയ ഒരു ഗതിവേഗം ഉണ്ടാക്കിയ, കൃത്യമായ ഡയറക്ഷൻ ഉണ്ടാക്കിയ, ആധുനിക കാലത്ത് എങ്ങനെയായിരിക്കണം കേരളം എന്നുള്ള ഒരു ദിശ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗവൺമെൻറ്റാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും. ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി എപ്പോഴും പറയാറുണ്ട്, ഞാനും അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാരണം നമുക്ക് അർഹമായത് കിട്ടുന്നില്ല. എന്നാൽ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ചിലവാക്കുന്ന ആളുകൾക്ക് അറിയില്ല. ധനകാര്യമന്ത്രിയുടെ ജീവിതം കേരളത്തിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം പോലെ തന്നെയാണ്. ഓരോ ദിവസവും എങ്ങനെയെങ്കിലും കടന്നു കിട്ടുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിന് ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഇതാണ്. ഇത് അദ്ദേഹത്തെക്കുറിച്ചുള്ള പൊതുവേ ഉള്ള ഒരു സംസാരം വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു ധനകാര്യമന്ത്രി എന്നാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീരാളിപ്പിടുത്തം പല രംഗത്തും ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും പ്രധാനപ്പെട്ട പദ്ധതികൾക്കൊക്കെ പണം നീക്കിവെക്കാനും പറ്റി എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ പൂർണ്ണ ബഡ്ജറ്റിലേക്ക് പോകുന്നത്. എന്തായിരുന്നു കഴിഞ്ഞ 4 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവം? എന്താണ് നമുക്കിനി പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളോടിപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത്. പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകണം. എനിക്ക് ബഡ്ജറ്റിന് ഡീറ്റെയിൽസ് എനിക്ക് വേണ്ട, അത് നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞാൽ മതി. പക്ഷേ ഇപ്പം ഈ സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ഫുൾ ബഡ്ജറ്റ് ആയിരിക്കും ഈ വർഷം നടക്കാൻ വേണ്ടി പോകുന്നത്. എത്രത്തോളം കംഫർട്ടബിളാണ് സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി? കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു GST വലിയൊരു വ്യത്യാസം വന്നു. അതിനുശേഷം ഇപ്പം വന്ന് നിൽക്കുമ്പോൾ 2024-25 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി എത്രത്തോളം കംഫർട്ടബിളായിട്ടുള്ള ഒരു ഫിനാൻസ് മാനേജറാണ്? സംസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ വളരെ വലിയ ഒരു ഗതിവേഗം ഉണ്ടാക്കിയ, കൃത്യമായ ഡയറക്ഷൻ ഉണ്ടാക്കിയ, ആധുനിക കാലത്ത് എങ്ങനെയായിരിക്കണം കേരളം എന്നുള്ള ഒരു ദിശ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗവൺമെൻറ്റാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം പിണറായി സർക്കാർ തുടങ്ങിവെച്ച കാര്യങ്ങൾ ഏറെയും നടപ്പിലാക്കേണ്ടത്, സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് രണ്ടാം പിണറായി സർക്കാരാണ്. അപ്പോൾ ഈ 2 ഗവൺമെൻറ്റുകൾ വന്നപ്പം ഒന്നാം പിണറായി സർക്കാരിനേക്കാളും വളരെ വലിയൊരു പെർസെൻറ്റേജ് ചിലവുണ്ടാവേണ്ടി വന്നു. അതൊന്ന് ക്വാണ്ടിഫൈ ചെയ്യാം. അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ ഒരു വർഷം 5 വർഷത്തെ ആകെ ചിലവെടുത്തിട്ട് 5 കൊണ്ട് ഹരിക്കുന്നതാണല്ലോ ശരാശരി. അങ്ങനെ നോക്കുമ്പോൾ 1,10,000-നും 1,15,000-നും ഇടയ്ക്ക് കോടിയാണ് ഒരു വർഷം ആവറേജ് ഒന്നാം പിണറായി സർക്കാർ ചിലവാക്കിയത്. അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതിനേക്കാളും വളരെ കുറവായിരുന്നു. ഈ ആ തുകയിൽ നിന്ന് ഇപ്പോൾ ചിലവാക്കുന്നത് ശരാശരി 1,60,000-ന് മേളിലാണ്, 40%. അതൊരു വളരെ റിമാർക്കബിളായ ഇൻക്രീസാണ്. അപ്പോൾ പണം, ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി എപ്പോഴും പറയാറുണ്ട്, ഞാനും അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാരണം നമുക്ക് അർഹമായത് കിട്ടുന്നില്ല. എന്നാൽ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ചിലവാക്കുന്ന ആളുകൾക്ക് അറിയില്ല. അത് നിങ്ങളുടെ പ്രശ്നം. അത് ഞാൻ പറയുന്നതിനകത്തും പറയുന്നുണ്ട്, നിയമസഭയിലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എല്ലാ മേഖലയിലും ഇതുപോലെ ചിലവാക്കുന്നു. അപ്പോൾ ഈ 4ാമത്തെ വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ, വളരെ കോൺഫിഡൻ്റ് ആണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ. ഞാൻ കേരളം കൂടുതൽ മുന്നോട്ട് കുതിച്ച് കയറും. അതേസമയം വളരെ സീരിയസ് ആയ ചില പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ ജനങ്ങളെ, ഞാൻ സർക്കാരെന്നൊന്നും പറയുന്നില്ല, സംസ്ഥാനത്തെ ജനങ്ങളെ അലട്ടുന്നുണ്ട്. BJP ഗവൺമെൻറ്റിൻ്റെ വരവിന് ശേഷം ഉണ്ടായ സംസ്ഥാനങ്ങളെ വെറും ഡിപ്പാർട്ട്മെൻറ്റുകളായി ചുരുക്കി ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുന്നു ഞാൻ പറയൂ. അല്ല, ഇത് ഇരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രശ്നമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരു വർഷം ഇപ്പോൾ കിട്ടാവുന്നതിൽ ഒരു 50,000 കോടി രൂപയെങ്കിലും BJP ഗവൺമെൻറ് ഈ റെജിമിൽ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ വലിയ കട്ടിങ് വന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അതിൻ്റെ കണക്കുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും കട്ടിങ് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഏകദേശം 45,000 കോടി രൂപ അധികം ചിലവാക്കുന്നത്. 45,000-50,000 കോടി അധികം ചിലവാക്കുന്നതിലേക്ക് ഈ ഗവൺമെൻറ് വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ആ ചിലവ് കൂടുതലും നമ്മുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളുമാണ്.
എന്നാൽ എല്ലാ കാര്യവും നമുക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ സർപ്ലസ് ആവും സ്റ്റേറ്റ്. വാസ്തവത്തിൽ സർപ്ലസ് ആവും. ആ തരത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് കിട്ടേണ്ടത് ഓരോന്നും കട്ട് ചെയ്ത് കൊണ്ട് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഔദാര്യമല്ല. ടാക്സിന്റെ പെർസെൻറ്റേജ്, ടോട്ടൽ ടാക്സ് ഡെവല്യൂഷൻ ടു ദ സ്റ്റേറ്റ്സ്, പെർസെൻറ്റേജ് ഓഫ് ഡെവല്യൂഷൻ, ആ തരേണ്ട പെർസെൻറ്റേജ്, ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ വെട്ടിക്കുറയ്ക്കപ്പെട്ട കേരളത്തിനാണ്. അവിടെയാണ് നമ്മൾ ഓരോ മാസവും നേരത്തെ പറയാറുന്നു ഇപ്പം നിന്ന് പോവും, അടുത്ത മാസം നിന്ന് പോവും. യഥാർത്ഥത്തിൽ പലപ്പോഴും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. സർക്കാർ സംവിധാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ സർവീസ് പെർസെൻറ്റേജ് അനുസരിച്ച് കേരളത്തിലെ ജീവനക്കാർ ഇപ്പോഴും ജനസംഖ്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ത്യയിലാകെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എടുക്കുന്നത് 64,000 പേരെയാണ് 2022-23 ടോട്ടൽ അപ്പോയിൻമെന്റ് ത്രൂ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻക്ലൂഡിംഗ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അതിൽ 34,000 കേരളത്തിലടുത്ത്, ഒരു 60%-ലധികം ടോട്ടൽ PSC അപ്പോയിൻമെന്റ് കേരളത്തിലാണ്. കേന്ദ്രം ഈ സമീപനം തുടർന്നാൽ, തരേണ്ടത് തരാതിരുന്നാൽ, കാരണം മുഴുവനും ഇപ്പം താക്കോല് പോലും കയ്യിലില്ല, പെട്ടി അവരുടെ കയ്യില്ല, താക്കോലും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ടാക്സിന്റെ ഒക്കെ കാര്യം. അപ്പോൾ നമുക്ക് തനതായിട്ടൊന്നും ചെയ്യാൻ വയ്യാതിരിക്കുകയും അവർ തരാതിരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് വരുന്നത്. നമ്മളെന്നാൽ ഈ വർഷവും റെക്കോർഡ് അപ്പോയിൻമെൻറ്റാണ്, 34,000 ഇതുവരെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്നൊരു സ്റ്റേറ്റിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളും ചെറുപ്പക്കാരും സർക്കാർ ജീവനക്കാരും ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് നയം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇത് ശമ്പളം കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ധാരാളം നിക്ഷേപം, നാഷണൽ ഹൈവേ ആയാലും റോഡുകളായാലും വിഴിഞ്ഞം തുറമുഖം പോലുള്ള വലിയ പദ്ധതികളായാലും ഇന്നോവേറ്റീവായിട്ടുള്ള ധാരാളം പുതിയ റിസർച്ച് ആക്ടിവിറ്റി ആയാലും എല്ലാം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യം എടുത്ത് ഞാൻ പറയാം, R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ചെലവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ ബഡ്ജറ്റിൻ്റെ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. റിസർച്ചിൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഈ ഘട്ടത്തിൽ വന്ന ധാരാളം സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടല്ലോ. സ്ഥാപനങ്ങൾ വന്നു, സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥാപനങ്ങൾ നേരത്തെ തന്നെയുണ്ട്. ഇതുകൂടാതെ പുതിയ കുറേ സ്ഥാപനങ്ങൾ, ഇപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഗ്രഫീൻ, ഇതെല്ലാം പുതിയ മേഖലകളാണ്. ഇപ്പൊ കെഡിസ്ക് എന്ന് പറയുന്ന സ്ഥാപനം തന്നെ സ്പെസിഫിക് ആയിട്ട് റിസർച്ചിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സെന്റേഴ്സ് ഓഫ് എക്സലൻസിന് വേണ്ടിയിട്ട് കുറേയുടെ പണമുണ്ട്. യൂണിവേഴ്സിറ്റികൾക്ക് പണം കൂടുതൽ നൽകുന്നു എന്ന് മാത്രമല്ല, എഡ്യൂക്കേഷൻ പൊതുവിൽ പണം കൊടുക്കുന്നു. ഈ യൂണിവേഴ്സിറ്റി സെന്ററുകളിൽ ട്രാൻസ്ലേഷൻ ലാബുകൾ, ഓരോ യൂണിവേഴ്സിറ്റി സെന്ററിൽ ഒരു 20 കോടി രൂപ വെച്ച് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിരുന്നു. സയൻസ് പാർക്കുകൾ, ഒരു സയൻസ് പാർക്കിന് ഒരു കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 200 കോടിയെങ്കിലും വരുന്ന സയൻസ് പാർക്കുകൾ, അതിൻ്റെ 1-2 സയൻസ് പാർക്കുകളാണ് ഇപ്പോൾ തുടക്കത്തിലേക്ക് വന്ന് ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ഒരു വശത്തെ റിസർച്ച്, പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ, പിന്നെ ആപ്ലിക്കേഷൻ, തിയറട്ടിക്കൽ റിസർച്ചും അത് അപ്ലൈഡ് റിസർച്ചും എന്ന നിലയിൽ അതിനോട് ചേർന്ന് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അതിനോട് ചേർന്ന് ഇൻഡസ്ട്രി, ഇതാണ് കൺസെപ്റ്റ്. ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അടുത്തൊരു 10-9 വർഷക്കാലത്തേക്കുള്ള ഡെവലപ്മെന്റിൽ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പഠിക്കാനായിട്ട് കുറച്ച് ആളുകൾ പുറത്തേക്ക് വന്നു. പഠിക്കാനായിട്ട് പോകുന്ന അതിൽ കൂടുതൽ എംപ്ലോയ്മെന്റിന് പോകുന്നതാണ്. ഈ ഇടയ്ക്ക് യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ ഒക്കെ. പക്ഷെ ഇപ്പൊ അതിന് സ്റ്റാഗ്നേഷൻ ആയി, അവിടെ നിന്ന് ആളെ അധികം വേണ്ട. അത്തരം ഒരു വരുമ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, കേരളത്തിലെ സിസ്റ്റം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അത് റിവേഴ്സ് പ്രോസസ്സ് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ റിസർച്ചിൽ ഇതിനുമാത്രം വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തി, നമ്മളത് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാനുണ്ടോ ഈ സാധനങ്ങൾ? നമ്മുടെ മുന്നിൽ കാണാനുള്ള ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ബഡ്ജറ്റിൽ സവിസ്തരം പറഞ്ഞിരുന്നു. അത്തരം ചിപ്പുകൾ ഇപ്പോൾ അമേരിക്കയിലൊക്കെ വർക്ക് ചെയ്തിട്ട് കുറച്ച് സയന്റിസ്റ്റുകളൊക്കെയാണ്, ആക്റ്റീവ് എക്സ്പെർട്സ് ഒക്കെ ഇവിടെ വന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ലോകത്തെ ഏത് സ്ഥാപനം എടുത്താലും അവിടെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാവും. അവർക്ക് നാട്ടിൽ വന്നിട്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് പണ്ടുള്ളതിനേക്കാളും കുറച്ചുകൂടി വരണമെന്ന് താല്പര്യം വരുന്നുണ്ട്. വളരെ വലിയ IT സ്ഥാപനങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജി, ഇപ്പോൾ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ക്യാമ്പയിൻ മാത്രമല്ല, ചൈന, മറ്റു രാജ്യങ്ങളുടെ ഒക്കെ കോസ്റ്റ് കൂടുന്നതിന്റെ പ്രശ്നമുണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് വരും എന്നാണ് ഞാൻ കരുതുന്നത്. മിനിസ്റ്റർ വിചാരിക്കുന്നത് കേരളം R&Dക്ക് ലോകത്തിലുള്ള ബെസ്റ്റ് ബ്രെയിൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറും. അതിനുള്ള പണി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ചെയ്തു വെച്ച് പൂർത്തിയായെന്ന് ഞാൻ പറയുന്നതില്ല. കാരണം ഇത് എല്ലാ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. വളരെ ഫാസ്റ്റായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഇത് മാറില്ല. കുറച്ചുകൂടി റിസർച്ചിന്റെ കാര്യത്തിൽ തനതായിട്ട് കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന സംവിധാനങ്ങൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണ്ടി വരും. അത് നമ്മുടെ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റീസ്, കൺവെൻഷണൽ എന്ന് ഞാൻ പറയുന്ന വാക്കുകൾ മോശമായിട്ടുള്ള തരത്തിലല്ല, നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സിൽ കൂടെ അല്ല, കുറച്ചുകൂടി അക്കാഡമിക് ഓട്ടോണമി ഉണ്ട്. ഇപ്പോൾ ഓട്ടോണമി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ്. കുറച്ചുകൂടി റിസർച്ചിനകത്ത് ഒരു വിമർശനമുണ്ട്, ഈ മാർക്കറ്റ് ഡ്രിവൺ റിസർച്ച് എപ്പോഴും പിന്നെ തിയറട്ടിക്കൽ റിസർച്ചിനെ സഹായിക്കില്ല.
യൂണിവേഴ്സിറ്റീസ് തിയറട്ടിക്കൽ റിസർച്ചിലാണ് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു പ്രൊഡക്റ്റ് ആക്കി എത്തിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. എത്ര പണം കിട്ടിയാലും അതിൽ നിന്ന് പിന്നീട് നമുക്ക് കൂടുതൽ ആ യൂണിവേഴ്സിറ്റിക്കോ സ്റ്റുഡൻസിനോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോ പണം ഉണ്ടാക്കേണ്ട എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ ഹാർവാർഡ് പോലെയോ അല്ലെങ്കിൽ MIT പോലെയോ ഒക്കെയുള്ള സ്ഥാപനങ്ങൾ എടുത്തോളൂ, അവർക്ക് അവരുടെ ഒരു കോർപ്പസ് ഫണ്ട് തന്നെ വളരെ വലുതാണ്. അവര് പേറ്റന്റ് ഉണ്ടാക്കും, അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കും, അത് ഡെവലപ്പ് ചെയ്യും, ഈ സ്റ്റുഡൻസിന് പലപ്പോഴും ഇത് ഗുണം കിട്ടും. അങ്ങനെ ഒരു അന്തരീക്ഷം കൂടെ ഉണ്ടായാലേ നമുക്ക്, പക്ഷെ അത് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതിനകത്ത് നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകളെ കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. അതിപ്പോ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സിന്തൈറ്റിന്റെ ക്യാമ്പസ് നമ്മുടെ അവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കമ്പനി, ലോകത്തെ ഏറ്റവും സ്പൈസ് എക്സ്ട്രാക്ട് ആ ലൈനിൽ അവരെ പോലുള്ള കമ്പനികളൊന്നുണ്ട്. ആ ലൈനിൽ കുറെ കമ്പനികൾ വരുന്നുണ്ട്. ഇപ്പൊ എന്റെ മണ്ഡലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ദിവസം 10 കോടിയിലധികം രൂപ മുതൽ മുടക്കുള്ള ഇതേപോലെ ഒരു സ്പൈസസ് എക്സ്ട്രാക്ഷൻ യൂണിറ്റ് വന്നു. അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട്. അത് ഒരു സൈഡാണ് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ പറഞ്ഞ റിസർച്ചിന്റെ ആണ്. മനസ്സിലായി. ഇൻവെസ്റ്റ്മെന്റിന് തന്നെ വന്നത് ഇപ്പൊ KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പലിശ കുറച്ച ഈ ഇത്തരം ചില സ്കീമുകൾ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവർ അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിക്ക് മിനിസ്റ്റർ സൂചിപ്പിക്കുന്നത് നമ്മളൊരു നോളജ് എക്കണോമിയിലേക്ക് മാറാനുള്ള ചില കുരുന്നുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ എന്നാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഈ നമ്മുടെ ഈ ഗ്രോത്തും ഡെവലപ്മെന്റും. ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് അതിന് പല ഘട്ടങ്ങളുണ്ട്. അതൊരു മാനസികാവസ്ഥ വേണം. നമ്മളൊക്കെ സ്റ്റുഡൻസ് ആയിരുന്നപ്പം ഈ ബിസിനസ്സിന് പോകുന്നത്, എന്റർപ്രീനിയർ ആവുന്നത് ഒരു മോശമായ കാര്യമാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരിക്കുമ്പം നിങ്ങളെല്ലാം അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നാണ് എൻ്റെ ധാരണ. ഞാൻ സ്റ്റുഡന്റ് സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കും. അന്ന് ഈ ഒരു ഇങ്ങനൊരു എന്റർപ്രണർ ആവുക പറഞ്ഞാൽ അന്നത്തെ ക്യാമ്പസുകളിലെ ഒരു അന്തരീക്ഷം അല്ല. ഇത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇന്ന് ക്യാമ്പസുകളിൽ എത്ര പേരാണ് അവര് പഠിക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ഐഡിയ ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് ഇന്ന് സ്വയം അംഗീകരിക്കുന്നു. അതിനകത്ത് കുറച്ചാളുകൾ തെറ്റായിട്ട് ഞാൻ എന്റർപ്രണർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഞാൻ പറയാം. 5000-ഓളം സ്റ്റാർട്ടപ്പ് കേരളത്തിൽ നല്ലപോലെ ഡെവലപ്പ് ചെയ്തു തന്നു. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഏറ്റവും നല്ലത് നമ്മളാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഈ നമ്മുടെ കേരളത്തിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്യുന്നവർ വിദേശത്ത് പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്യുന്നവരെയൊക്കെ അവസരം കിട്ടാൻ കാണും. ഇപ്പൊ ഉദാഹരണത്തിന് ചാലക്കുടിയില് സുൽത്താൻ ബത്തേരി, ഇതൊക്കെ റിമോട്ട് ഏരിയാസ് ആയതുകൊണ്ട് ഞാൻ പറയാം. സുൽത്താൻ ബത്തേരി പോലൊക്കെ അവിടെ എല്ലാം, അതുപോലെ ആലുവയിൽ ഇപ്പൊ വീക്കൺസോൾ ജോയി ഉണ്ട്, ഞാൻ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞില്ല, ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. ഇവരൊക്കെ ഈ നാട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ച് ചെയ്യുന്ന ആളുകളാണ്. ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് IT-യിലൊക്കെയാണ് ഈ പറഞ്ഞ കലതെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇപ്പം ഫുഡ് ടെക്നോളജി, ഫുഡ് പ്രോസസ്സിങ്, ഇതൊക്കെ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. ആ വരുന്ന സാധ്യതയ്ക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുണ്ട്. ഇപ്പൊ ആ അന്തരീക്ഷം മാറി. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ പറഞ്ഞല്ലോ കുറേയേറെ ആളുകൾ ഇപ്പോ പാലക്കാട് കഴിഞ്ഞ ദിവസം ക്യാമ്പസിനകത്ത് നമ്മുടെ ജനറൽ റോബോട്ടിക്സ് അവർ മാൻഹോളിന്റെ കാര്യത്തിൽ ചലഞ്ച് കൊടുത്ത് വന്ന അവർ കണ്ടുപിടിച്ചു, ഒരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലേക്ക് ആ കമ്പനി പോകുന്നു. വിദേശ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവർക്ക് കിട്ടുന്നു. അപ്പൊ നമ്മുടെ ഇത്തരം ചെറുപ്പക്കാരുടെ ഈ ആശയങ്ങൾ പലതും ഡെവലപ്പ് ചെയ്തൊരു ഇത് ഡെവലപ്പ് ചെയ്തൊരു ജമ്പായിരിക്കും വരുന്ന പ്രതീക്ഷ. ഈ ബഡ്ജറ്റിൽ അതിനുള്ള ഒരു ഇംപെറ്റസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ആദ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തൊട്ട് ഞാൻ വന്ന ഇടക്കാല ബഡ്ജറ്റാണ് അപ്പൊ തൊട്ട് എല്ലാ ബഡ്ജറ്റുകളിലും ഈ പറഞ്ഞ റിസർച്ച് ഡെവലപ്മെന്റിന് ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, നോളജിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രഫീൻ പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഈ കെയർഡിസ്കിന്റെ പുതിയ പദ്ധതികൾ, പിന്നെ ഈ പുതുതായി വരുന്ന ആൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കണം. അതായത് വെറും സബ്സിഡി അല്ല. ഞാൻ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ്. അതിനകത്ത് പറയാൻ പറ്റും അതിന്റെ വന്നതിന്റെ കണക്ക് വിശദമായിട്ട് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് KFC ആയാലും മറ്റ് സ്ഥാപനങ്ങളായാലും ഇപ്പോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ KSIDC പോലുള്ള സ്ഥാപനങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരാൾ വ്യവസായം ചെയ്യുമ്പോൾ അയാൾക്ക് സബ്സിഡി കൊടുക്കുന്നു എന്നുള്ളത് ഇങ്ങനത്തെ സബ്സിഡിയാണ്. ആ സബ്സിഡി വേറൊന്നാണ്. പക്ഷെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലോൺ കിട്ടുക. ഇപ്പൊ സ്റ്റാർട്ടപ്പുകൾക്ക് 2 കോടി വരെ വേറെ വലിയ ഗ്യാരണ്ടി ഇല്ലാതെ കിട്ടും. 5% പലിശയ്ക്ക്, ബാക്കി സർക്കാർ കൊടുക്കും സ്ഥാപനത്തിന്. കൃഷിയുമായി ബന്ധപ്പെട്ടതിന് 10 കോടി രൂപ വരെ പലിശ 2-3% സബ്സിഡി ആയിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിക്ക് കൊടുക്കും. നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം 100% ആയിട്ടില്ല, ചിലത് 50% ആവില്ല. പക്ഷെ ഇതിന്റെ ഒരു ഭാഗം KFCയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് നമ്മുടെ KSIDC പോലുള്ള സ്ഥാപനങ്ങൾ പുതിയ ഒരു വ്യവസായ അന്തരീക്ഷം ഉണ്ടല്ലോ, 3 ലക്ഷത്തിലധികം ആളുകൾ സ്ഥാപനം തുടങ്ങാൻ. ഇതൊക്കെ ഈ ഒരു പോസിറ്റീവാണ് അന്തരീക്ഷം എന്നുള്ളത് കൊണ്ടാണ്.
അതിൻ്റെ ഒരു ഗുണമുണ്ട്. അത്ര സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കോൺക്ലേവ് നടത്തിയിരുന്നു ഇൻഡസ്ട്രീസ്, പിന്നെ KFC മാത്രം കൊടുത്ത്. അതിനകത്ത് പലരും പറഞ്ഞാൽ അവർ ഇതുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയത്. അതിനകത്ത് ഒരു 10-50 ലക്ഷം ആദ്യം കിട്ടി, 2 കോടി കിട്ടി, ഇപ്പോൾ ഒരു 100-300 പേരെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് എന്ന് പറയുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇനി അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യും എന്ന് മാത്രമല്ല, ഒരു മേഖല മാത്രം പോരാ. കേരളത്തിൽ റിസർച്ച് ഡെവലപ്മെന്റ് വേണം. നമ്മുടെ ടൂറിസം ഏറ്റവും പ്രധാന ഡെസ്റ്റിനേഷനാണ്. ഇന്ന് KFC അനൗൺസ് ചെയ്ത ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇതുപോലെ പലതുണ്ട്. ഞാൻ പറഞ്ഞത് അതിടത്തോളം ഇന്നത്തെ പത്രങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞാണ് 50 കോടി രൂപ വരെ ഹോട്ടലുകൾ തുടങ്ങാൻ വിത്ത് ചെറിയ സബ്സിഡിയോട് കൂടിയുള്ള ഒരു സ്കീം. കാരണം കേരളത്തിൽ ധാരാളം ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞാൽ കേരളത്തിലെ റൂംസ് വളരെ കോസ്റ്റ്ലിയാണ്. റൂംസ് ആവശ്യമില്ല. ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോടൊക്കെ എടുത്താൽ ഈ പീക്ക് സീസണിൽ റൂം കിട്ടാനില്ല. ഏതൊരു ഏഷ്യൻ രാജ്യത്തെക്കാളും വാടക കൂടുതലാണ്. അപ്പൊ കൂടുതലായിട്ടുള്ളൊരു നമുക്ക് ഈ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, ഇന്ത്യൻസ് മതി. ഇന്ത്യൻസാണ് ഇപ്പൊ നല്ല പർച്ചേസിംഗ് പവറുള്ള ആളുകളാണ്. അവർക്ക് വരാൻ സ്വസ്ഥമായിട്ട് താമസിക്കാനൊക്കെ പറ്റുന്ന സൗകര്യം വേണം. അങ്ങനെ ഓരോ മേഖലയിലും ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ സാധ്യത കണ്ടുകൊണ്ട് ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ബഡ്ജറ്റിലും എപ്പോഴും അതിന് ഫോക്കസ് ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഇത്ര എനിക്കൊന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് 50,000 കോടി രൂപ കുറവ് വന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര അധികം പൈസ ചെലവാക്കി എന്ന് പറയുന്നത്, ഒരു 40% കൂടുതൽ ചെലവാക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് സാധിച്ചെടുത്തത്? അതിനകത്ത് കുറവ് വന്നു എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇവർ വെറുതെ പറയുന്നതാണെന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ കുറവ് വന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാവരും സമ്മതിക്കുന്നു. അതായത് ഈ 2017 വരെ GST സമ്പ്രദായം വരുന്നതിന് മുമ്പ് നമ്മൾ ഓരോ വർഷവും 14% വീതം ആനുവൽ ഇൻക്രീസ് ഉണ്ടായിരുന്നു. നമ്മളാണ് എല്ലാത്തിനും ടാക്സ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ആകെ മദ്യത്തിനും പെട്രോളിനും മാത്രമല്ലല്ലോ. അപ്പൊ ഈ ടാക്സ് തീരുമാനിച്ചപ്പോൾ അന്ന് ശരാശരി നമുക്ക് ഇത് തുടങ്ങുന്ന സമയത്ത് 14-15% 100 രൂപയുടെ സാധനം വിറ്റാൽ 15 രൂപ ടാക്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അത് തന്നെ പിന്നെ ഇന്ത്യൻ ലോകത്തിലെ ആവറേജിൽ അത് വലിയ കൂടുതലല്ല കേട്ടോ. ഈ പലപ്പോഴും നമ്മൾ വിചാരിക്കും ടാക്സ് മേടിക്കാതെ ഒരു ഗവൺമെന്റ് നിൽക്കാൻ പറ്റില്ല. യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ 30-35% കൂടുതലൊക്കെയാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നത് പല താല്പര്യം വരുമല്ലോ, കോർപ്പറേറ്റുകളുടെ താല്പര്യം, പ്രത്യേകിച്ച് വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യമൊക്കെ വെച്ചിട്ട് ഈ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ ചിലതൊക്കെ കുറച്ചും ലക്ഷറി ഐറ്റങ്ങളുടെ കുറച്ച് അതിപ്പം 11% താഴെയായി. അപ്പോൾ 1/3 ടാക്സ് അങ്ങ് കുറഞ്ഞു. അപ്പൊ ആദ്യം ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഈ ടാക്സ് കുറവ് വരുന്നതിന് കോമ്പൻസേഷൻ. അങ്ങനെ 12,000 കോടി ഒരു വർഷം കിട്ടുമായിരുന്നു. അത് ഈ ഗവൺമെന്റ് നമ്മൾ വന്ന സമയത്താണ് അത് തീർന്നു. 12,000 കോടി കുറഞ്ഞു. ഡിവിസിബിൾ പൂൾ നമുക്ക് നേരത്തെ ആകെ ഇന്ത്യ താഴോട്ട് കൊടുക്കുന്നത് 3.8 ആയിരുന്നു. അത് ഏറ്റവും ലാസ്റ്റ് 2.5 ആയി. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് 1.9 എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തേതും ഇതുമായി ബന്ധപ്പെട്ടിട്ട് 10,000 കോടിയോളം കുറവ് വരും. തൊട്ട് മുമ്പത്തേതായിട്ട് 3.8 നോക്കുമ്പോൾ 24,000 കോടിയാണ് കുറവ് വരുന്നത്. തൊട്ട് മുമ്പത്തെ ഗവൺമെന്റുമായി നോക്കുമ്പോൾ തന്നെ 10,000 കോടിയാണ് കുറവ് വരും. പിന്നീട് നമുക്ക് ബോറോയിങ് 4.5% ഒക്കെ എടുക്കാൻ പറ്റും. അതിനകത്ത് ഒരു 3%. ഇപ്പൊ നിങ്ങൾ 3%. ഈ 3% ആക്കുമ്പോൾ 1% എന്ന് പറഞ്ഞാൽ ഒരു 12,000 കോടി വരും. 1% 13,000 കോടി വരും. അത് 1.5% കുറയുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടം വന്നു. പിന്നെ കിഫ്ബി പെൻഷൻ കമ്പനി 2 ഉണ്ട് നോക്കുക. അതെടുത്ത കടം മുഴുവൻ സംസ്ഥാനത്തിന്റെ കടമായിട്ട് ചുരുക്കി. എന്ന് പറഞ്ഞാൽ കിഫ്ബിയുടെ പേര് നേരത്തെ എടുത്ത ചില മുൻകാല പ്രാബല്യത്തോടു കൂടി വെട്ടിക്കുറച്ചു. ഇങ്ങനെ 4-5 ഇനങ്ങളിൽ വന്നത് 57,000 കോടി വരും. പിന്നീട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തന്നിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ അവസാന വർഷം 10,000 കോടി, പിന്നെ ഒരു 19,000. അത് പെട്ടെന്ന് നിന്നു. ഇത്രയും പണം കുറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം പകുതിയായി കുറഞ്ഞാൽ എന്ത് പറ്റും ഒരു മനുഷ്യന്? അവിടെ നിന്നുകൊണ്ട് എങ്ങനെ പോയി എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പൊതു സാമ്പത്തിക അവസ്ഥയിൽ കേരളത്തിൻ്റെതൊരു പ്രത്യേക കേസായിട്ട് പഠിക്കേണ്ടതാണ്, എങ്ങനെ നമ്മൾ നിന്നു എന്നുള്ളത്. മിനിസ്റ്റർ പറയൂ അത്. പിന്നെ ഞങ്ങള് അധികാരത്തിൽ വരുന്ന 2ാം ഗവൺമെന്റ് തുടർച്ചയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതിനൊന്നും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ ഇവിടെ പറ്റുന്ന എന്താ, LDF സർക്കാരും പിന്നെ UDF വരും, UDF സർക്കാരിക്കും പിന്നീട് LDF വരും. അപ്പോൾ ഒരു ധവളപത്രം ഇറക്കും. അവരാണെങ്കിൽ പറയും ഇതൊന്നും ഇല്ല. ഇപ്പൊ നമ്മളാണെങ്കിലും ചില കാര്യങ്ങൾ അവർ തെറ്റായ സാമ്പത്തിക നയങ്ങൾ തിരുത്തും. ഇവിടെ ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന ബഡ്ജറ്റ് അറിയാമല്ലോ, അനൗൺസ്മെന്റുകൾ അറിയാമല്ലോ. ഇതെല്ലാം അനൗൺസ് ചെയ്തത് ആ സമയത്താണ്. ഇപ്പൊ ശമ്പള പരിഷ്കരണം കേരളത്തിൽ ഉണ്ടായതിൽ ഏറ്റവും വലിയ, ഞാൻ പറയും അത്ര പെട്ടെന്നായതുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ഒരു വലിയ ശമ്പള പരിഷ്കരണം തന്നെയായിരുന്നു. ഞാൻ അതിന്റെ വേറെ കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. ആ ശമ്പള പരിഷ്കരണം വന്നു, വലിയ ഹ്യൂജായ എക്സ്പെൻസ് വന്നു. ഇത് അനൗൺസ് ചെയ്തത് 1ാം പിണറായി സർക്കാരിന്റെ ലാസ്റ്റ് ഇയറിലാണെങ്കിൽ കൊടുത്തു തുടങ്ങിയത് ഈ സർക്കാർ. അപ്പൊ ഇത് കൊടുത്തത് മൊത്തം ബാധ്യത ഇപ്പോഴാണ് വരുന്നത്. ഒറ്റയടിക്ക് 20,000-25,000 കോടി ഒരു വർഷം കൂടുന്ന തരത്തിലേക്ക് വന്നു. പിന്നീട് പിന്നെ ഈ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതെല്ലാം കൂടിയല്ലോ. ഇങ്ങനെ കൂടി വന്നപ്പം എക്സ്പെൻഡിച്ചർ ഒറ്റയടിക്ക് ഒരു 30,000 കൂടുതൽ വന്നു. ഈ നമുക്കാണെങ്കിൽ ഈ വരുമാനം വലിയ തോതിൽ കുറയുകയും ചെയ്തു. അവിടെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ 47,000 ആയിരുന്നു.
47,000 കോടിയിൽ നിന്ന് അത് ആദ്യത്തെ കോവിഡ് കഴിഞ്ഞ ആദ്യത്തെ 2 വർഷം നല്ല ഇൻക്രീസ് വന്നു. അതിനുശേഷം ഒരു സ്റ്റാഗ്നേഷൻ വന്നു. വീണ്ടും ഈ വർഷം 47,000 എന്നുള്ളത് കോവിഡിന്റെ സമയത്ത് ഏറ്റവും കുറവാണ്. കോവിഡിന്റെ സമയത്തൂടെ വന്ന കുറവാണ്. എന്നാൽ അതിന്റെ തൊട്ട് മുമ്പത്തേക്കാൾ അല്പം കുറവ് വന്നായിരുന്നു കോവിഡ് സമയത്ത്. കുറച്ച് കുറവ് വരുമല്ലോ. ഞാൻ പറഞ്ഞ ലാസ്റ്റ് ബെഞ്ച് മാർക്ക് ചെയ്യാനതാ പറഞ്ഞത്. അതിന് തൊട്ട് മുമ്പാണെങ്കിൽ 50,000 കോടി വരെ വരാം. ആ 47,000 കോടിയിൽ നിന്ന് ഇപ്പോ ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 80,000 കോടിയാണ്. എക്സ്പെക്ട് ചെയ്യുന്നതാണ് 80,000 കോടിയാണ്. 74,000 ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം 80,000-ലേക്ക് എത്തണം സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. അപ്പൊ അതിനകത്ത് നോൺ ടാക്സ് ഇല്ല, ടാക്സ് റവന്യൂ മാത്രം. അപ്പൊ ഈ തരത്തിൽ അതുപോലെ നോൺ ടാക്സ് റവന്യൂല് നല്ല ഇൻക്രീസ് വന്നു. ഈ ഇൻക്രീസ് വന്നതുകൊണ്ട് ഇപ്പൊ 47, 57, 67, 77, ഇപ്പൊ 30,000, 33,000, 35,000 കോടി എന്ന് പറയുന്നത് വർധന വന്നു. നമ്മുടെ എക്സ്പെൻഡിച്ചർ പക്ഷേ അതിനേക്കാൾ എത്രയും അധികം വന്നു. സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള ട്രാൻസ്ഫേഴ്സിൽ ഈ വർധന വന്നില്ല എന്ന് മാത്രമല്ല, ഓരോ സമയത്തും കുറഞ്ഞു, ബോറോയിങ്ങിൽ കുറവ് വന്നു. അപ്പൊ ഇത്രയും ഒരു കാര്യം വന്നിട്ട് സാധാരണ അവരെല്ലാം കണക്ക് കൂട്ടിയത് ഇത് നിന്ന് പോകും എന്നാണ്. സാധാരണ ലോജിക്ക് നിന്ന് എങ്ങനെ ഇത് ഇങ്ങനെ പോകുന്നു പലപ്പോഴും അത്ഭുതമാണെന്ന് പറയേണ്ടി വരും. എന്നാൽ അതിനൊരു കാര്യം വരാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ടാക്സ് റവന്യൂ കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ടാക്സ് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തത് ടാക്സ് ഓരോന്നിനും വലുതായിട്ട് കൂട്ടുമല്ല ചെയ്തത്. അതായത് റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. GST നമ്മുടെ ഇറ്റ് ഇസ് ഫിക്സ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്, അല്ല ഇറ്റ് ഇസ് GST കൗൺസിൽ. അപ്പൊ അതിനകത്ത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ നമ്മൾ അതിനകത്ത് ചെയ്യാവുന്നത് വെച്ചാൽ നമ്മുടെ എഫിഷ്യൻസി കൂട്ടി, നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടി. ആക്ടിവിറ്റി കൂടി. ഈ കോവിഡ് കഴിഞ്ഞതിന്റെ അടുത്ത വർഷങ്ങളിൽ അതിന്റെ സ്വാഭാവികമായിട്ടും അതിന്റെ തളർച്ചയും നല്ലപോലെ കയറി വരുമല്ലോ. എന്നാൽ 3-ാം വർഷം വന്നപ്പം ആ ഗ്രോത്ത് അവിടുന്ന് 3-4 വരുമ്പോഴത്തേക്ക് ഗ്രോത്ത് അത്ര ഇല്ല. ഇത് നമ്മുടെ മാത്രമല്ല, ഇന്ത്യയിൽ ആകെയുള്ള സ്ഥിതിയാണ്. ഇപ്പൊ കഴിഞ്ഞ GST കൗൺസിലും പ്രീ ബഡ്ജറ്റിന് ഫിനാൻസ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗിൽ ഞങ്ങൾ ഈ കണക്കിന്റെ കാര്യം പറഞ്ഞു. ഇക്കണോമി ചലിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നില്ലെങ്കിൽ മാക്രോ എക്കണോമിയുടെ പിന്നെ അതിന്റെ മൈക്രോയും മാക്രോയും എല്ലാം ഡീറ്റെയിൽസ് ചർച്ച ചെയ്യണമല്ലോ പൊതുവിൽ. അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എക്സ്പെൻഡിച്ചർ സ്ക്യൂസ് ചെയ്തിട്ട് ഈ എക്കണോമി ബാലൻസ് ചെയ്യാൻ അവർ നോക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് പദ്ധതി വെട്ടിക്കുറയ്ക്കുന്നു. ഇപ്പൊ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു കാര്യം വന്നേക്കുന്നത് വളത്തിന്റെ സബ്സിഡി വലിയ തോതിൽ എല്ലാം എടുത്തു കളഞ്ഞു. അപ്പൊ ഇതെല്ലാം വരുമ്പം അവർ വിചാരിക്കുന്ന അവർക്ക് ഈ കൺസോൾട്ടേഷന് വേണ്ടി ചെലവ് കുറയ്ക്കാവുന്ന, ചെലവ് കുറയ്ക്കുമ്പോൾ അപ്പുറത്ത് വാസ്തവത്തിൽ ജനങ്ങളുടെ അടുത്ത ആക്ടിവിറ്റികൾ പണം കിട്ടത്തില്ല. ഇതാണ് ഇപ്പൊ ഇന്ത്യ നേരിടുന്ന പ്രശ്നം. പലിശ കൂട്ടുന്നു. ഞങ്ങൾക്കത് ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ നമ്മൾ സ്വതന്ത്രമായ ഒരു രാജ്യമൊന്നും അല്ലല്ലോ. ഇതിനകത്ത് നിന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ പലിശ കൂടുമ്പം പലിശ കൂടും, അവർ കട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ അത് കുറയും. എക്സ്പെൻഡിച്ചർ ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ, പിന്നെ ഡെവലപ്മെന്റിൽ, ഇൻഫ്രാസ്ട്രക്ചറിൽ, മറ്റ് ആക്ടിവിറ്റിയിൽ ഇത് മാത്രം പോരാ. ഇന്നിപ്പം ഈ സർവീസ് സെക്ടറും ഒക്കെ വലിയ തോതിൽ എക്സ്പെൻഡിച്ചർ ഉള്ള വരുന്നതാണ്. അഗ്രികൾച്ചറിനകത്ത് പ്രത്യേക കാര്യങ്ങൾ കൊടുക്കണം. ഇതിലൊന്നുമില്ല. ഇപ്പൊ റബ്ബറിന് നമ്മളിപ്പോൾ 150 രൂപ കൊടുക്കുന്നുണ്ട്. റബ്ബറിന് ഒരു 200-210 രൂപ ആണെന്നിരിക്കട്ടെ. നമ്മുടെ കിഴക്കൻ മേഖലയിലെ എല്ലാ സ്ഥലത്തും ടാപ്പിംഗ് നടക്കും. നമുക്ക് കൊടുക്കാൻ ഒരു പരിധിയില്ലേ? നമ്മളൊരു തറവിലല്ലേ നിശ്ചയിച്ച് കൊടുക്കാൻ പറ്റും. 180 രൂപ കൊടുത്തു. 180 രൂപ വരും 200 രൂപയാണെങ്കിൽ കുറച്ചുകൂടെ വരും. അപ്പൊ നമുക്കൊരു 1 ലക്ഷം ടൺ റബ്ബർ പ്രൊഡക്ഷൻ കൂടും. തീർച്ചയായിട്ടും. ആ 1 ലക്ഷം ടൺ പ്രൊഡക്ഷൻ കൂടുമ്പം 1 ലക്ഷം ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കോടിയുടെ പ്രൊഡക്റ്റ്, 2000 കോടിയുടെ പ്രൊഡക്റ്റ് കമ്പോളത്തിൽ വരും. ഈ 2000 ഇങ്ങനെയാണല്ലോ. ഇത് ഈ ചില കാര്യങ്ങൾ ആക്ടിവിറ്റി നടക്കുന്നില്ല മാത്രമല്ല, റബ്ബർ മരം അവിടെ നിൽക്കുക, ഇവർ വെട്ടുന്നില്ല, അതിനകത്ത് പൈസ കിട്ടുന്നില്ല. ഈ തരത്തിൽ ഒരാൾക്കും പൈസ ഇല്ല. തൊഴിലാളിക്കും പൈസ ഇല്ല, മുതലാളിക്കും, ചെറിയ ഓണർമാരും വലിയ ഓണർ ആർക്കും ഇല്ല. ഇതുപോലെ തന്നെയാണ് ഓരോ മേഖലയിലും ചെയ്യേണ്ടത്. നെല്ലിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തറവിലയാണ് കൊടുക്കുന്നത്. തറവിലയാണ് ഈ ഓരോ പ്രാവശ്യം ഇൻസെന്റീവ് കൊടുക്കല്ല. ഇപ്പോൾ BJP-ക്കാരും കോൺഗ്രസ്സുകാരും പ്രചരണം നടത്തുന്നുണ്ട്. നെല്ലിന് കേരളം പൈസ കേന്ദ്രം തന്നപ്പോൾ കേരളം കുറച്ചു. അങ്ങനെയല്ല. ഇന്ത്യയിൽ 20 രൂപ 22 രൂപ ഉള്ളപ്പോൾ നമ്മൾ 22 രൂപയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ 28 രൂപ കൊടുക്കുന്നത്. നെല്ലിന് നമ്മൾ കൃഷിക്കാർക്ക് കൊടുക്കുന്ന വളവും വയൽ പിന്നെ ഒക്കെ ആയിട്ട് നമ്മൾ 44 രൂപ ഒരു കിലോയ്ക്ക് നമുക്ക് ചിലവാണ്. 1 കിലോ നെല്ലിന് കേരളത്തിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 44 രൂപയാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്, ഗവൺമെന്റ് കൃഷി വകുപ്പ് വഴി. കാരണം പിന്നെ ഭൂമി ഇത് കളയ്ക്കാൻ, പൂട്ടാൻ, വളത്തിന് ഇതെല്ലാം കൊടുക്കുന്ന കൂടാതെ തറവല 28 രൂപ 20 പൈസ ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു മിനിമം പൈസ നെല്ലിന് കിട്ടുവാണെങ്കിൽ കൃഷിക്കാരൻ ചെയ്യും. റബ്ബറിന് ഒരു 200 രൂപ കൊടുക്കണം, പിന്നെ 250 ആക്കണമെന്ന് നമ്മൾ പറയുന്നു. 200 എങ്കിലും കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കൃഷിക്കാരന് ചെയ്യും. റബ്ബറിന് 190 രൂപ വരുവാണെന്ന് വെച്ചോ, നമ്മൾ 10 രൂപ ഡിഫറൻസ് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഇത്ര പണം അധികം കൊടുക്കാന്നില്ല. റബ്ബർ കൃഷി ചെയ്യുന്ന ആക്കും നെല്ല് കൃഷി ചെയ്യുന്ന ആക്കും അഷ്വേർഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാവണം. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് നല്ലപോലെ ശ്രമിച്ചാൽ റബ്ബറിന് നമ്മുടെ മാത്രം ഇഷ്യൂ ആണ് വാസ്തവത്തിൽ. നമ്മളും പിന്നെ അല്പം
നോർത്ത് ഈസ്റ്റേ ഉള്ളൂ. ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു 10,000 കോടി കേരളത്തിൽ കിഴക്കൻ മേഖല വരുവാണെങ്കിൽ അതിൻ്റെ ഒരു എക്കണോമിയുടെ പോസ്റ്റ് എന്താ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതൊരു സ്റ്റേറ്റിന് പരിമിതിയുണ്ട്. നമ്മൾ അതിനകത്ത് നിന്നുകൊണ്ടാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാം പിണറായി സർക്കാരിന്റെ ലാസ്റ്റ് വർഷം, അന്ന് ഞാൻ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഞങ്ങളുടെ കർഷക സംഘടന. ഞങ്ങളെല്ലാം റിക്വസ്റ്റ് ചെയ്തതാണ് അന്ന് 20 രൂപ കൂട്ടി ലാസ്റ്റ് വർഷം ഏപ്രിൽ 1 മുതൽ 20 കൂട്ടി. അപ്പോഴത്തേക്കും ആ മാസം മന്ത്രിയായിട്ട് ഞാൻ ചുമതല എടുത്തു, ഞങ്ങളുടെ രണ്ടാം ഗവൺമെന്റ് വന്നു. അതിനുശേഷം ഞങ്ങൾ 10 രൂപ കൂടെ കൂട്ടി. 30 രൂപ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ റബ്ബറിന് കൊടുത്തോണ്ടിരിക്കുക കൂട്ടി. അപ്പൊ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതൊന്നും വേസ്റ്റ് ആണെന്നാണല്ലോ കേന്ദ്രത്തിന്റെ നയം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ 180 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് റബ്ബറിന് പല റീസൺസ് കൊണ്ട് വില കൂടിയിട്ടുണ്ട്, വീണ്ടും കുറഞ്ഞു. ഇപ്പൊ ഇടയ്ക്കെങ്കിൽ 200-അടുത്തേക്ക് പോയി വീണ്ടും അത് 240 നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. കാരണം അതൊരു അത് നമുക്ക് നിൽക്കുന്നതല്ല. പക്ഷെ ഒരു 200-ന് മേളിൽ നിൽക്കാവുന്ന വില ഇപ്പൊ അന്തർദേശീയ സാഹചര്യം ഉണ്ട്. പക്ഷെ ഇവരുടെ ടയർ കമ്പനികളുടെ ലോബിങ്ങിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഒരു എക്കണോമിയെ ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ പണം എത്തണം, പർച്ചേസിംഗ് പവർ കൂടണം, ജോലി കിട്ടണം. അതിന് ചെയ്യുന്ന നയം കേന്ദ്രം എടുക്കുന്നില്ല എന്നൊരു പോരായ്മയാണ്. സംസ്ഥാന സർക്കാർ നടത്തിയ വലിയ ഇന്റർവെൻഷൻ എന്നുള്ളത് ഈ കേന്ദ്ര സർക്കാർ പല ഭാഗത്തു നിന്നും ഇങ്ങനെ ഞെരുക്കിയപ്പോൾ നിങ്ങൾ കോടതിയിൽ പോയി എന്നുള്ളതാണ്. അതിന് 2 ഫലമുണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, നാട്ടിലെ മനുഷ്യർക്ക് ഏകദേശം അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായി, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ കോടതിയിൽ പോകുന്നു, കോടതിയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ നിർബന്ധിതരാകുന്നു. എന്തായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു ഇത് കോടതി കേസിലേക്ക് കേന്ദ്ര സർക്കാരിനോട് ലീഗലി ഫൈറ്റ് ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തത്? ഇപ്പോൾ ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? മനുഷ്യന് ജീവിക്കാനേ പറ്റുന്നില്ല ഒരു സ്റ്റേറ്റിന്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങനൊരു കാര്യമായിട്ട് പോയത്. അതിനകത്ത് നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവർക്ക് കിട്ടുന്ന ബാക്കിങ്ങും വക്കീലന്മാരും കാര്യങ്ങളും എല്ലാം ദാവീദ് ഗോലിയത്ത് എന്നൊക്കെ പറയുന്ന പോലെയാണ്. നമുക്കറിയാം, നമ്മുടെ പരിമിതി അറിയാം. എങ്കിലും ഈ പ്രശ്നങ്ങൾ നമ്മൾ ലീഗലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, നമുക്ക് അതിന് ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അതിന് കുറെ കണ്ടീഷൻസ് പറഞ്ഞാൽ പോയത്. എന്നിട്ട് അങ്ങനെ ഒരു കേസിന് പോയപ്പോൾ അവരെന്ത് എഴുതും, നമുക്കിപ്പോൾ ഇതിപ്പം ജനുവരി മാസമാണല്ലോ, ജനുവരി ഫെബ്രുവരി മാർച്ച്, ഈ ക്വാർട്ടറിലേക്ക് പണം തരേണ്ട സമയത്താണ് പോയത് കഴിഞ്ഞ വർഷം. അവർ പറഞ്ഞു കേസ് തീർന്നിട്ട് ഇനി നിങ്ങൾക്ക് തരാനുള്ള പണം തരും. അതായത് പെറ്റീഷൻ തന്നാൽ നിനക്ക് കൂലിയില്ല പോടാ എന്ന് പറയുന്ന ഒരു നാടൻ മുതലാളിയുടെ നീ പരാതി പറഞ്ഞു, നിനക്ക് കൂലിയില്ല പൊക്കോ എന്ന് പറയുന്ന പോലെ. അതിന് പിന്നെ കോടതി കേസ് ഞങ്ങൾക്ക് തരാനുള്ള പണം തരണം, ഞങ്ങൾ കേസ് കൊടുത്തു എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്, ഞങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം പോലും ലംഘിക്കാന്ന് പറഞ്ഞിട്ട് ആ പണം കേസ് പറഞ്ഞു മേടിക്കില്ല. ഇഷ്യൂ ഒരു ഭരണഘടനാ പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് കോടതിക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ആക്റ്റീവ് ആവുന്നതിന്റെ പ്രശ്നമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും ഇതേപോലെ തന്നെ കേസുകളായിട്ട് പോകുന്നു. അതിപ്പോ കേന്ദ്രത്തിന് തലവേദനയാണ്. സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണല്ലോ. മറ്റ് സംസ്ഥാനങ്ങളും ഇങ്ങനെ കേസിന് പോകുന്നു മാത്രമല്ല, ഇഷ്യൂസില് ഈ ഫെഡറലിസം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വീണ്ടും സജീവമായിട്ട് BJP വീണ്ടും അധികാരത്തിൽ വന്നു, അവര് ചിലത് മാനേജ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഫെഡറലിസം വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന ബോധം വന്നു. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യം നേരത്തെ എന്താ പറയുന്നത്, ധനകാര്യമന്ത്രി വന്നു, അയാൾ പൈസ തരുന്നില്ല, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് തരുന്നില്ല. അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ 50,000 കോടി കുറഞ്ഞിട്ടും ഈ സിസ്റ്റത്തിനെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ഗവൺമെന്റ് ആണ് എന്നുള്ളത് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത്. നേരത്തെ ഉള്ള അന്തരീക്ഷമേ മാറി. ഇങ്ങനൊരു ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് സർക്കാർ സർവീസ്, അല്ലെങ്കിൽ സാധാരണ എന്ത് സർക്കാർ സർവീസിൽ ഇന്ത്യയിലാകെ ചെയ്യുന്നവരാണെങ്കിൽ റിക്രൂട്ട്മെന്റ് കുറയ്ക്കും. 3% ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് 62% റിക്രൂട്ട്മെന്റ് നടക്കില്ല. PSC മാത്രം മറ്റു പല സംസ്ഥാന നമ്മളുടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം PSC വഴിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും അവരുടെ പിന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പലതും അത് തന്നെയാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് വേറെ വേറെ കാണാതിരിക്കും. എന്നാൽ പോലും നമ്പറിന്റെ കാര്യത്തിൽ ഞാൻ ഉദാഹരണം പറയാം. എന്താണ് ഇടതുപക്ഷം അല്ലെങ്കിലും ബംഗാളിൽ ഇടതുപക്ഷമായിരുന്നല്ലോ. ബംഗാളിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ ഉണ്ടായിരുന്ന സ്റ്റേറ്റാ. കേരളത്തിൽ 13,500 സ്കൂളാണ് ഉള്ളത്. ബംഗാൾ 20,000 സ്കൂളിലധികം ഉണ്ടായിരുന്നു. ജനസംഖ്യ 3 ഇരട്ടിയുണ്ട്. അവിടെ കഴിഞ്ഞ വർഷം 8,500 സ്കൂൾ അടച്ചുപൂട്ടി. അത്ര അധ്യാപകരും പറഞ്ഞു വിട്ടു. അപ്പൊ അത് ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഈ പൊളിറ്റിക്കലി ഇത് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ CPM അല്ലെങ്കിൽ LDF CPM-നും വ്യക്തിപരമായി എനിക്കും ഞങ്ങളുടെ അധ്യാപക സംഘടനകൾക്കും NGO സംഘടനകൾക്കും ഒക്കെ പോരായ്മയുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഈ കാര്യങ്ങൾ അവരുടെ സമരമുദ്രാവാക്യങ്ങളിൽ പലപ്പോഴും അവസാനത്തെ ഒരു പോയിന്റാ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം. അങ്ങനല്ല. വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ അതിശക്തമായിട്ട് അഭിപ്രായം പറയാതെ ഇത് തകർന്നിട്ട് വല്ല കാര്യമുണ്ട്. ഈ വയനാട് സംഭവം വന്നപ്പോഴാണ്, ചൂരൽമല ഒരു പണവും തരാഞ്ഞപ്പോഴാണ് വീണ്ടും ജനങ്ങൾക്ക് മനസ്സിലായത് ഇവർ പറയുന്നത് കറക്റ്റാ. ആദ്യം എന്നോട് പറയുന്നത് എന്താ, ധനകാര്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനെ ഈ നെഗറ്റീവ് പറയല്ലേ, ഇങ്ങനെ അവർ തരുന്നില്ല. അവർ തരുന്നില്ലെങ്കിൽ 70% അസറ്റ് അവരുടെ പിന്നെ റവന്യൂ അവരുടെ ഇല്ല, അവർ തരുന്നില്ല എന്ന് പറയണ്ടേ. ഇന്നിപ്പോ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരെ നിയമിക്കുന്നതിന് പോലും
UGCയുടെ പുതിയ നോംസ് വന്നേക്കുന്നതനുസരിച്ച് ക്വാളിഫിക്കേഷൻ വരെ മാറ്റിയിരിക്കുന്നു. എന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനെ കാണുന്നത്? അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നപ്പോഴത്തേക്ക് എങ്ങനെ എഡ്യൂക്കേഷൻ അവർ കൈകാര്യം ചെയ്തത്? ഏതൊരു ഗവൺമെന്റ് ആയാലും ഒരു പൊതുവായ നിയതമായ തിയറികൾക്കെതിരായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ തകർന്നു പോകും. അവിടെ മലയാളയ്ക്ക് പഠിക്കാൻ പോകാൻ പറ്റിയില്ല എന്നുള്ള ഇഷ്യൂ നമുക്ക് വേറെ തരത്തിൽ അറിയാം. ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വളരെ പരിമിതമായിട്ടുള്ള സങ്കുചിതമായ താല്പര്യം അനുസരിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ജനത്തിന് പ്രതികരണം വേണ്ടേ? അവിടെ പൊളിറ്റിക്കലി ഇടതുപക്ഷത്തിന്റെ നമ്മുടെ സംഘടനകളുടെ BJP മാറിയേക്ക് കോൺഗ്രസ്സുകാരന് ഇതിന്റെ കൂടെ കൂടേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതിപ്പോ നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ മാധ്യമങ്ങൾ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി എന്നാണ് ഞാനതാ പറഞ്ഞു. ഒറ്റയടിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അഫ്ഗാനിസ്ഥാനിലെ എഡ്യൂക്കേഷൻ എങ്ങനെയായി? അതാണ് വേറൊരു തരത്തിൽ ഇതിനെ മുഴുവൻ നിങ്ങളുടെ നോളജിനെ മൊത്തം അങ്ങ് കട്ടയിൽ ചെയ്തിട്ട് അക്കാഡമിക് രംഗത്ത് വരേണ്ട ആരാണ് നേരത്തെ തീരുമാനിക്കുക? ഇന്നയാൾ വരും, അയാള് പറയുന്ന അപ്പൊ ചരിത്രം പഠിപ്പിക്കുന്ന അയാൾ പഠിപ്പിക്കുന്ന പോലെ. ഇതിനകത്ത് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഫംഗ്ഷനിങ്ങിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു പങ്കുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക്. എന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ എന്ത് കൂട്ടാൻ വെക്കണം, എന്ത് കറി വെക്കണം, എന്ത് കൃഷി ചെയ്യണമെന്ന് ഓരോ വീട്ടിലും കയറി സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് പോലെയല്ലേ? അതുപോലല്ലേ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ. ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യ മൊത്തം ഒറ്റ ഉടുപ്പ് തയ്ച്ച് എല്ലാവർക്കും കൂടെ കൊടുക്കുക, എല്ലാവരും ഈ സൈസ് ഉടുപ്പിട്ടോണം. അതൊന്നും പറയുന്നത് ശരിയല്ല. അതൊരു മനസ്സിൽ നേരേണ്ട ഒരു വികാരമാണ്. ഞാനതാ പറഞ്ഞേ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സംഘടനകളുടെയും മുദ്രാവാക്യത്തിന്റെ ഏറ്റവും അവസാനമാണ് കേന്ദ്രം വരുന്നത്. ഞാൻ വളരെ ക്രിട്ടിക്കൽ ഏറ്റവും അവസാനമല്ല വരേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളാണ് വാസ്തവത്തിൽ ഇപ്പോ ഇന്ത്യയിൽ ഇത്തരം ഒരു സാമ്പത്തികമായ സ്ഥിതി ഉണ്ടാക്കുന്നത്. ഞാൻ മറ്റു കണക്കിന്റെ സാങ്കേതിക കണക്കുകളിലൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ അവർ അക്കാഡമിക് രംഗത്ത് ഇടപെടുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഇടപെടുന്നു, നമ്മുടെ എല്ലാ ഫൈനാൻഷ്യൽ കാര്യത്തിലാണല്ലോ ഏറ്റവും പ്രധാനം. ഫിനാൻസ് ഉണ്ടെങ്കിലല്ലേ എല്ലാ സ്ഥലത്തും കാര്യങ്ങൾ നടക്കാൻ പറ്റും. ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനെതിരെ എത്രത്തോളം ഇനിയാണെങ്കിലും നിങ്ങൾ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തിയത്. അതോടുകൂടിയാണല്ലോ ഇന്ത്യയിൽ തന്നെ ഈ ഫെഡറലിസത്തിന്റെ ഇഷ്യൂ വന്ന് എത്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ വന്നിരുന്നു. ഫെഡറലിസം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ആദ്യം തൊട്ടേ കേരളത്തിൽ ആ കാര്യം നമ്മൾ എടുക്കുന്നുണ്ട്. അതിനകത്ത് കേരളം ഒരു ചാമ്പ്യൻ ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിനകത്ത് ഫൈറ്റിൽ. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ വലിയ വീഴ്ച രണ്ടാം LDF സർക്കാരിന് വന്നു എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു, അത് നാട്ടിൽ സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ പ്രതിഫലിച്ചു എന്നുള്ളത്. എങ്ങനെയാണ് അക്കാര്യത്തിലൊരു വീഴ്ച വന്നു എന്ന് മനുഷ്യർക്ക് തോന്നി തുടങ്ങിയത്? എന്താണ് ഇനി മുമ്പോട്ട് പോകാൻ വേണ്ടി? 4-5 മാസത്തെ കുടിശ്ശിക വന്നു എന്നുള്ള സത്യമാണ്. എവിടെയാണ്? 600 രൂപ കൊടുത്തോണ്ടിരുന്ന സമയമായിരുന്നു ഉമ്മൻചാണ്ടിന്റെ സമയം. അത് ഏകദേശം 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കുന്നുള്ളതാണ്. 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിനുശേഷം LDF ഗവൺമെന്റ് വന്നു. ഒരു ഘട്ടത്തിൽ അത് 1000 രൂപയാക്കി. ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ അവസാന വർഷമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് 1600 എത്തി. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ 3 ഇരട്ടിയോളം വരേണ്ടി വരും ഇപ്പം ഈ ഗവൺമെന്റ് കാലത്ത്. അവിടെയാണ് ഇത്രയും വെട്ടിക്കുറവ് വന്നത്. വെട്ടിക്കുറവ് ആരും പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് പലപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കേന്ദ്രത്തിൽ നിന്നുള്ള ടാക്സിന്റെ വിഹിതം മറ്റു ചില ബാക്കി നമുക്ക് ബോറോയിങ് ഒക്കെ വരാത്തതുകൊണ്ട് നമ്മൾ ഓവർ ഡ്രാഫ്റ്റിൽ പോവാം. ഞാനിത് ഒരിക്കലും മറിച്ചൊന്നും വെക്കാറില്ല. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യമല്ല. ഓവർ ഡ്രാഫ്റ്റ് ഒരു പർട്ടിക്കുലർ ഘട്ടം കഴിഞ്ഞാൽ നിന്ന് പോകും, അത് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതി വരുമ്പോഴത്തേക്കും കേസൊക്കെ നടന്ന സമയമാണല്ലോ. കേസിനൊക്കെ പോയത് എന്താണെന്ന് ചോദിച്ചല്ലോ. ഇത് കേരളത്തിൽ ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനും മറ്റുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ നിങ്ങൾ കൊടുക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ലൈൻ. അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പണം കിട്ടാതെ വന്നപ്പോഴാണ് കേസിന് പോകേണ്ടത്. കേസിന് പോയി പണം മേടിച്ചിട്ട് ആ പണം കിട്ടിയിട്ട് ആ മാസം രണ്ട് മാസം ഒരുമിച്ച് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഈ പണം കിട്ടാതെ വരുന്നതിന്റെ കാര്യം കൊണ്ട് തന്നെയാണ് ഈ ബുദ്ധിമുട്ട് വന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റൂൾ 300 അനുസരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇതെല്ലാം കൊടുത്തു തീർക്കും. അപ്പൊ ഈ വർദ്ധിപ്പിച്ചത് കൊടുക്കുന്നുണ്ട്, ഇനി ആയാലും കൊടുക്കുകയും ചെയ്യും. അതാണ് ഇനി എന്താണ് പുതിയ ബഡ്ജറ്റിൽ അതിൽ കൂടുതൽ കൊടുക്കാൻ സാധ്യത? ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വോട്ട് പിടിക്കേണ്ട പണി ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് എന്നോട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കൗൺസിൽ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് യോഗം ചെയ്തപ്പോൾ UP ഫിനാൻസ് മിനിസ്റ്റർ ഞങ്ങൾ 52 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ ജനസംഖ്യ 24 കോടിയാണ്. നമ്മുടെ 7 ഇരട്ടി, നമ്മൾ 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നു. ഈ തുക അവിടെ കൊടുക്കുന്നില്ല. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കിക്കോണം. നമ്മുടെ 7 ഇരട്ടി ഉള്ള സ്ഥലത്ത് 52 ലക്ഷം കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മളത് കൃത്യമായി കൊടുക്കും. ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കേണ്ടത്. എന്തായാലും അത് കൃത്യമായി കൊടുക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാണ് മറ്റൊരു പരാതി ഉള്ളത്. ജീവനക്കാരുടെ ആനുകൂല്യവും ഡിനേ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് അല്ല. അതാണ് ചർച്ച. ജീവനക്കാരുടെ ഇപ്പൊ DA ഒരുമിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ 10, 20, 30 വർഷം നോക്കിയോ കേരളത്തിൽ എന്നാ കൊടുത്തിട്ടുള്ളത്? സർക്കാർ ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച. അതേകൊണ്ട് ചർച്ച അവര് മനസ്സിലാക്കുന്നില്ല. തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ നിന്നുപോയി ഈ സർക്കാർ ആയതുകൊണ്ടാണ് ഇത് കിട്ടുന്നതെന്ന്.
ശമ്പള പരിഷ്കരണം കോവിഡ് സമയത്ത് കൊടുത്തുള്ളൂ വേണ്ടായോ എന്നൊരു ചർച്ചയുണ്ട്, കൊടുത്തത് ശരിയാണോ ഇല്ലയോ എന്ന്. പക്ഷെ കൊടുത്തത് ഇവിടെ ഉള്ളൂ, ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നുണ്ടോ? മന്ത്രിയുടെ വൈഫ് പറയായിരിക്കില്ല, അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തായിരിക്കും. അവരും എന്റെ വൈഫും ജീവനക്കാരിയാണ്. അല്ല, ഞാൻ പറഞ്ഞു, അപ്പൊ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുമല്ലോ അവരുടെ DA ഇപ്പൊ കഴിഞ്ഞ വർഷം DA കൊടുത്തു, ഈ വർഷം 2 DA കൊടുത്തു, ഈ വരുന്ന വർഷവും DA കൊടുക്കും. അതൊക്കെ പ്രഖ്യാപിച്ചാണ്. കുറച്ച് കുടിശ്ശികയുണ്ട്, ആ കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ തന്നെയാണ്. ഇലക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നമുക്ക് വലിയ തോതിൽ ഇത് ദൈനംദിനം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലേക്ക് നിങ്ങൾക്ക് തരുന്ന പണം എല്ലാം പിടിച്ചു നിർത്തി. അപ്പൊ വാസ്തവത്തിൽ ഇതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് പിടിച്ചു നിർത്തായി. ഒരിക്കലും ഇത് പൊളിഞ്ഞാൽ സർക്കാർ സംവിധാനം ആകെ പൊളിയും. അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഒരു LDF സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. അത് ജീവനക്കാർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ തന്നെ അപകടത്തിലേക്ക് പോവാണ്. അത്രയേ ഉള്ളൂ അതിനകത്ത്. പക്ഷെ അവർ മനസ്സിലാക്കും, കാരണം ഉത്തരവാദിത്തമുള്ള സംഘടനകളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയൊക്കെ ആളുകളുടെ അവർ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇത് സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുന്ന സർക്കാരാണ്. അതിനകത്തൊന്നും കുഴപ്പം വരില്ല. അത് കൊടുക്കാനുള്ളതും ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു തന്നെ മുന്നോട്ട് പോകും. താങ്ക് യു. നിലനിൽപ്പിനായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷകളുണ്ട് എന്നുള്ള ഒരു ധാരണയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നമുക്ക് തരുന്നത്. കേരളത്തെ ഒരു നോളജ് സൊസൈറ്റി, ഒരു ജ്ഞാന സമൂഹമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനുള്ള തളിരുകൾ അവിടെയും ഇവിടെയുമായി വരുന്നുണ്ട്. അതിനുവേണ്ടി സർക്കാർ തന്നെ അതിനുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം ഇതിനിടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളുടെ സമരം എന്നുള്ളത് വളരെ നിപ്പിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ശ്രമമാണിത്. അതിൻ്റെ മുമ്പോട്ട് പോകാനുള്ള സ്പേസ് ഉണ്ട് എന്ന് തന്നെയാണ് ധനകാര്യമന്ത്രി നമ്മളോട് പറയുന്നത്.